ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കറന്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. കറന്റ് ട്രാൻസ്ഫോമർ എന്നുള്ളത് ഒരു ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണ്. ബേസിക്കലി മൂന്ന് ടൈപ്സ് ഓഫ് കറന്റ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അതായത് മെഷറിംഗ് കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ട്, പ്രൊട്ടക്ഷൻ കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറന്റ് സർക്യൂട്ടിൽ കറന്റിനെ മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുവാനോ വേണ്ടിയാണ് നാം എന്ത് യൂസ് ചെയ്യുന്നത്, കറന്റ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ കാരണം നമുക്കറിയുന്നതാണല്ലേ. അതായത് ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറന്റ് ഒരു ഇൻസ്ട്രുമെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു റിലേസിലേക്കോ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇവ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നോക്കാം. നമ്മുടെ കറന്റ് ട്രാൻസ്ഫോമറിന് ബേസിക്കലി രണ്ട് വൈൻഡിങ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രൈമറി വൈൻഡിങ്സും മറ്റേത് സെക്കൻഡറി വൈൻഡിങ്സും. ഈ പ്രൈമറി വൈൻഡിങ്സ് ആണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക. എവിടെയാണോ നമുക്ക് കറണ്ട് മെഷർ ചെയ്യേണ്ടത് ആ സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സീരീസ് ആയിട്ട് പ്രൈമറി സൈഡ് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇനി സെക്കൻഡറി സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, അതായത് മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇനി പ്രൈമറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. സെക്കൻഡറി സൈഡിലാകട്ടെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും കമ്പയർ ടു പ്രൈമറി. അതുപോലെ തന്നെ നോട്ട് ദാറ്റ് നമ്മൾ ഒരിക്കലും സെക്കൻഡറി സർക്യൂട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പൺ ആക്കി വെക്കുവാനേ പാടില്ല. ബിക്കോസ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഇമ്പിഡൻസ് എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. സോ ഇതൊരു ഹൈ വോൾട്ടേജിന് തന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, കാരണമാക്കുന്നുണ്ട്. സോ പ്രൈമറി വൈൻഡിങ്ങിലൂടെ പോകുന്നുണ്ട്, ഹൈ കറണ്ട് പോകുന്നുണ്ട് അല്ലേ. സോ ഈ ഹൈ കറണ്ട് പോകുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ ഓവർലാപ്പ് ചെയ്യുന്നു. സോ ഇത് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് അല്ലോ, അത് പ്രൈമറിനെ അപേക്ഷിച്ചിട്ടായിരിക്കും, പ്രൈമറിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ലോ കറണ്ട് ആയിരിക്കും സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യുക. സോ അത് എന്ത് ചെയ്യും, നമ്മള് ആ സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ആയ അമ്മീറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ സ്കെയിൽ ഡൗൺ ചെയ്ത കറണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ റിലേസിനെ ട്രിഗർ ചെയ്യാൻ എന്തായത് യൂസ് ചെയ്യാറുണ്ട്. ഇന്നൊരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോ ഒരു 100 ബാർ 5 ആംപിയർ സി ടി എടുക്കാന്ന് വിചാരിച്ചോ. ഒരു 100 ബാർ 5 ആംപിയർ സി ടി ഞാൻ എടുക്കുകയാണെങ്കിൽ എന്റെ എച്ച് ഡി സൈഡ് അല്ലെങ്കിൽ ഹൈ കറന്റ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സർക്യൂട്ടിൽ ഒരു 100 ആംപിയർ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്റെ സെക്കൻഡറി സൈഡിൽ 5 ആംപിയർ ആയിരിക്കും കിട്ടുന്നതായിരിക്കും. അതായത് 100ന് പ്രൊപ്പോർഷണൽ ആയിട്ട് 5 ആംപിയർ എന്ത് കാണിക്കും, എന്റെ അമീറ്ററിൽ റീഡിങ് കാണിക്കും. സോ മീറ്റർ സി ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണുന്നുണ്ടായിരിക്കും ഒരു 0.2 എസ് പറഞ്ഞ ക്ലാസ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു 100 ബാർ പ്രൈമറിയിൽ വരുന്ന കറണ്ട് ആണെങ്കിൽ നമ്മളുടെ സെക്കൻഡറി സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ അമീറ്ററിൽ കാണിക്കുന്ന എന്തായിരിക്കും, 5 ആംപിയർ എന്ന് പറഞ്ഞല്ലേ. സോ ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റും 100% ആക്യുറേറ്റ് ആയിരിക്കില്ല അല്ലെ. സോ അതിന്റെ എഫിഷ്യൻസിനെയാണ് എന്ത് കാണിക്കുന്നത്, ആ ക്ലാസ് 0.2s എന്നതിൽ കാണിക്കുന്നത്. അതായത് 0.2s പറയുമ്പോൾ അത്ര ശതമാനം എറർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻസ്ട്രുമെന്റിൽ വരുന്നുണ്ട്. സോ ഒരു 100 എന്നൊക്കെ പറയുമ്പോൾ 5 ആംപിയർ നമ്മളുടെ മീറ്ററിൽ കാണിച്ച് കൊള്ളുന്നില്ല. 0.2 എന്ത് ചെയ്യണം, നമ്മൾ പെർസെന്റേജ് നമ്മൾ കിട്ടുന്ന വാല്യൂ ഒന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സി ടി. താങ്ക് യു.